രാവിലെ തന്നെ ഡിസംബർ തുടങ്ങിയുള്ളൂ, പക്ഷെ ഒരു നല്ല കാലാവസ്ഥ കേട്ടോ. മഴയല്ല വെയിലും അല്ല, നല്ല കാറ്റൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ ഒരു കാലാവസ്ഥ, രാവിലെ തന്നെ നല്ല അടിപൊളി കാലാവസ്ഥ. അങ്ങനെ ഞാനിത് രാവിലെ തന്നെ എഴുന്നേറ്റ പാടെ അച്ചൂട്ടിന് പൂരി മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൂരി ആക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപ്പാടിലാണ് കേട്ടോ. ഇവിടെ എന്നൊന്നും ആക്കാറില്ല, ഞങ്ങൾ എപ്പോഴെങ്കിലും ആക്കാറുള്ളൂ. അപ്പോൾ അവന് പൂരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവനെന്നെ ആക്കാൻ സമ്മതിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇത്രയും പൂരിൻ്റെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് റൗണ്ടാണല്ലേ. ഞാൻ ഇങ്ങനെ പരത്താമെന്ന് വിചാരിക്കണ്ട, എല്ലാവർക്കും അറിയുന്ന ഐഡിയ പാത്രം വെച്ച് മുറിച്ചാണ് കേട്ടോ. പിന്നെ ഇത്രയും ആക്കിയതെന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ണനും കൂടെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ആക്കിയത്. എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി വെച്ചാൽ ചിലപ്പോൾ കണ്ണൻ കഴിച്ചോളായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അപ്പം ഇനി ബാക്കി ആക്കിയിട്ട് കാണാം. വീഡിയോ എടുത്തരാൻ ആരും ഇല്ലല്ലോ. സോ ഞാൻ കണ്ടോ ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തി പരത്തുന്നത്. വാങ്ങാനായിട്ടാണ്, ഇവിടെ എപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഇതാ ഞാനിപ്പോൾ പൂരി പരത്തിയത് കണ്ടിട്ടാണ് അവനിപ്പോൾ പരത്തുന്നുണ്ടാ. ഭയങ്കര ഞാൻ എന്ത് ചെയ്താലും അതുപോലെ ചെയ്യണമല്ലോ ചൂടാ. എങ്ങനെയാക്കിയേ കുട്ടി ഷെഫാവും വലുതാകുമ്പോൾ അല്ലേ അല്ലേ കള്ളിട്ടില്ലേ. അങ്ങനെ പിന്നെ ചായ പിടിച്ച വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഞാൻ കുറേ പണിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പണിയും തീർത്ത് അലക്കാനുള്ളതും അലക്കി. ഇപ്പോൾ 2-3 ദിവസം ആയതുകൊണ്ട് തന്നെ വലിയ ഒരു ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അലക്കിയിട്ടില്ലായിരുന്നു 2 ദിവസം. അങ്ങനെ ഇന്ന് ഞാൻ അലക്കിയിട്ടു. അപ്പോൾ ഇന്ന് അതിനെക്കാട്ടിയും വലിയ മഴക്കോളുണ്ട്. മഴ പെയ്തിട്ടില്ല, പക്ഷെ എന്നാലും ഒരുമാതിരി ഒരു കാലാവസ്ഥയായിരുന്നു. എന്നാലും ഞങ്ങൾ അലക്കി, ഞാനും മോനും കൂടെ കുളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവൻ എന്തോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ണനോട് എന്തോ വാശി പിടിച്ച് വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞാനെടുത്ത് സമാധാനമാക്കണം, എന്തൊക്കെയോ കണ്ണനെ അടിക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സമാധാനമാക്കി ഞാനവിടെ തുണിയൊക്കെ വിരിച്ചിട്ടും. ഞങ്ങൾക്ക് പിന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ തുണി വിരിച്ചിടാൻ സ്ഥലം ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ബാത്റൂമിലിട്ട് വെള്ളം തോരുമ്പം അകത്തെവിടെയെങ്കിലും അഴ കെട്ടി എടുത്തിടാന്നേ ഉള്ളൂ. ആകെ 2 റൂം തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെയൊക്കെ നല്ല റേറ്റാണ് റെൻറ്റിനൊക്കെ. ഈ ഒരു ചെറിയൊരു ഹാളും ഒരു റൂമും മാത്രമേ ഉള്ളൂ ഇത്. പക്ഷെ എന്നാൽ പോലും ഇതിന് 3000 രൂപയാണ് വാടക. പിന്നെ കറണ്ട് ബില്ലും വെള്ളത്തിൻ്റെ ബില്ലൊക്കെ ആകുമ്പം അങ്ങനെ ഒരു റേറ്റ് വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ നമ്മൾ വാടക കൊടുത്ത് അങ്ങനെ നിൽക്കണ്ടല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ചിക്കൻ കറിയും ചിക്കൻ വറുത്തതും പയർ തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ മോൻ ഇപ്പം തന്നെ വാരി കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അവനിരുന്ന് വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുഴച്ച് കൊടുത്താൽ മാത്രം മതി. കുറേ ആൾക്കാർ പറയുമല്ലോ ചെറുപ്പത്ത് കുട്ടികളെ ഫുഡ് കൊടുക്കുന്ന കാണിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ കാര്യമില്ല കേട്ടോ, കുറച്ചും കൂടെ ചെറുതായിരുന്നപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒന്നും വിശ്വാസമില്ല കേട്ടോ. ഞാൻ അന്നും കൊടുക്കും ഇന്നും കൊടുക്കും. ആര് കണ്ടാലും എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് അങ്ങനത്തെ വിശ്വാസവും ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും കൊടുത്തു കഴിഞ്ഞ് ഞാനൊന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചപ്പോൾ തന്നെ അച്ചൂട്ടിന് ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഒരു തൊട്ടിയിലിട്ട്, ഞങ്ങൾ ഇങ്ങനത്തെ തൊട്ടിയിലാണ് കിടത്തുന്നത്, അല്ലാതെ മറ്റേ തൊട്ടിയിലൊന്നും ഞാൻ കിടത്തിയിട്ടില്ല കേട്ടോ. മറ്റേ സൈസ് മറ്റേ വാങ്ങുന്ന തൊട്ടി ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടാണ് കിടത്തുന്നത്. ഇങ്ങനെയൊക്കെ വാവേനെ ഉറക്കിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. പിന്നെ ഈ ഒരു മരം കണ്ടോ, നമ്മളെ വീട്ടിലെ ഈ ജനലിൽ കൂടെ വേണമെങ്കിൽ ഇവിടെ മാങ്ങയാകുമ്പോൾ പറിക്കട്ടോ, അങ്ങനെ മാങ്ങയാവും. അപ്പോൾ ആദ്യമായിട്ട് ഇതിലൊരു 4 മാങ്ങ കഴിച്ച് ഞാനത് പറിക്കുകയും ചെയ്തിട്ടോ. നമ്മളതൊന്നുമല്ല ഉണർന്നതാണ്, എന്നാലും അവിടെ ആരുമില്ല, നമുക്ക് പറിക്കായിട്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറിച്ച് അതെടുത്തൊന്ന് അച്ചാറാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഇത് അച്ചൂട്ടിന് ഉറങ്ങിയിട്ടില്ലായിരുന്നു, തൊട്ടി കിടന്ന് കളിച്ച് അവൻ എഴുന്നേറ്റ് വന്ന് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ പാലൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കാണ്ടോ. ഈ ഒരു കാലാവസ്ഥയ്ക്ക് ഇത്ര നേരമായിട്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ല കേട്ടോ. ഞാനിവിടുന്ന് പാല് കുടിക്കുന്നുണ്ട്. നല്ല മഴക്കോളുണ്ട്, പക്ഷെ രാവിലെ തൊട്ട് ഇങ്ങനെ തന്നെയാണ്. എന്താണെന്നറിയില്ല, ചെന്നൈയിലൊക്കെ നല്ല വെള്ളപ്പൊക്ക മഴ എന്നൊക്കെ പറയുന്നത് കേട്ടു, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. ഞാനാണെങ്കിൽ തുണി മൊത്തം അലക്കിയിട്ടിട്ടുണ്ട്. പൊത്തായിട്ട് നോക്കണ്ട, തുണി മൊത്തം അലക്കിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ അകത്തൊരു സ്ഥലം പോലും ഇല്ല വിരിച്ചിടാൻ. അകമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ഒരു റൂമും ഒരു ഹാളും മാത്രമേ ഉള്ളൂ. കിച്ചണ് പോലും ഇല്ല. കിച്ചണ് സൈഡിലായിട്ടാണ് ഇതാക്കുന്നത്, അല്ലാതെ കിച്ചണായിട്ട് പോലും ഇല്ല. അപ്പോൾ അകത്ത് മൊത്തം ആ ഉള്ള ഹോളിലാണെങ്കിൽ ഫുള്ള് അഴയാണ്, വിരിച്ചിടാൻ പോലും സ്ഥലമില്ല. ഇതിപ്പോൾ ഒന്ന് ആറി കിട്ടിയെങ്കിലും എന്ന് വിചാരിച്ച് ഞാനിവിടെ കുത്തിയിരിക്കും, ഇതിന് കാവിലിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അച്ചൂടെ ഇങ്ങനെ പുറകെ നടന്ന് എൻ്റെ കൂടെ പണിയെടുക്കും കേട്ടോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൂടും. അപ്പോൾ മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൻ തന്നെ തുണിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ എടുക്കുന്ന മുന്നേ തന്നെ അവൻ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാം കൊണ്ടേക്ക് വെക്കും, പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഓടി ഓടി ചെയ്യും കേട്ടോ. പിന്നെ അവൻ ഇതൊക്കെ തന്നെയല്ലേ, ഇവിടെ കളിക്കാനും വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് അവൻ്റെ പണി. എൻ്റെ കൂടെ ഇങ്ങനെ നടക്കും, എൻ്റെ കൂടെ കുറേ കളിക്കും. പിന്നെ ഞാനും വിചാരിക്കും അവൻ അവൻ്റെ ഇഷ്ടത്തിന് നടക്കട്ടെ.
പിന്നെ ഞങ്ങൾക്ക് അതൊക്കെ കഴിഞ്ഞൊന്ന് വാട്ടർ അതോറിറ്റിയിലൊന്ന് പോകാനുണ്ടായിരുന്നു. ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബില്ല് അടയ്ക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ വാട്ടർ അതോറിറ്റിയിലൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ അവിടെ തന്നെ ഒരു മറ്റെന്താ ലൗലോലിക്ക എന്നാണോ അതിന് പറയുന്നൊരു നെല്ലിക്ക പോലത്തെ സാധനമില്ലേ, അതുണ്ടായിരുന്നു കേട്ടോ. അത് പഴുത്തിട്ടൊന്നുമില്ല, അത് പച്ചയാണ്. അത് പറിച്ച് അവിടെ എത്തുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് പറിച്ചിട്ടുള്ള എക്സ്പ്രഷൻ കണ്ടോ, എനിക്കെന്തോ ഇഷ്ടമായിട്ടോ. അതാണ് ഞാൻ ആ വീഡിയോ ഇതിലിട്ടത്. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ്